ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജസ്റ്റ് ഡിസൈൻ. ഇന്ന് നമ്മൾ ഭാവന ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, റെഡ് കളറ്, ബ്ലൂ ഷെയ്ഡ്, മജന്ത ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ്. മജന്ത ഷെയ്ഡ് നല്ല ഡാർക്ക് മജന്ത ആയിട്ടോ. ഈ ഒരു ക്യാമറയിൽ വന്നപ്പോൾ കുറച്ച് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഷുഗർ ബീഡ്സ് ആണ് വേണ്ടത്. ഷുഗർ ബീഡ്സോ കട്ട് ബീഡ്സോ എടുക്കാം, ഓപ്ഷനിലാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് റൗണ്ട് ബീഡ്സ് വേണം. ഈ ഒരു സൈസിലുള്ള റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. കട്ട് ബീഡ്സ് ഞാൻ പറഞ്ഞല്ലോ, കട്ട് ബീഡ്സും കൂടെ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമുക്കതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നും നോക്കാം. ഇപ്പം എൻ്റെ നെക്ക് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് ഒരു 3 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫ്ലവേഴ്സൊക്കെ തിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച് ഇതിലേതെങ്കിലും എടുക്കാം. 2.5 ആയാലും മതി. എന്നാൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും. പിന്നെ താഴെ കുറേ ഡോട്ട്സ് ഇട്ടേക്കുന്നതുണ്ടോ, അവിടെ എല്ലാം നമ്മുടെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ലാച്ചയുടെ ലെഹങ്കയുടെ ഫ്രണ്ട് പോർഷനാണ്, അതായത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ അവിടെ ഇങ്ങനെ നിറയെ ഇങ്ങനെ നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു പിക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ പിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം എന്താ കണ്ടോ, ആ ഒരു ഭാഗത്ത് നിറയെ ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴേക്ക് ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത് അവിടെ മൊത്തം നമ്മൾ എന്താ പറയുക, നമ്മുടെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കണ്ടോ, ആ ഒരു തൂങ്ങിക്കിടക്കണ അത് പിന്നെ പോംപോമാണ്. അത് പല കളേഴ്സിൽ പോംപോം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ താഴേക്ക് വരുന്നതോടെ നമ്മുടെ ലെഹങ്ക, പിന്നെ നമ്മൾ സാധാരണ അംബ്രല്ല എന്താ പറയുക, അംബ്രല്ലയുടെ മോഡലിലാണ് ഈ ഒരു ലെഹങ്ക സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാൻ ഒരു പ്രയാസമില്ല. ഹെൽത്തി ഫങ്ഷൻസിനൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനായിട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കപ്പോൾ ഈ ബീഡ്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ബീഡ്സൊക്കെ വരുന്നത്. അപ്പം നിന്ന് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ മെറ്റീരിയലിലേക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 2 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ 2.5 3 ഇഞ്ചോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ റൗണ്ട്സ് ഒന്നും ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല. ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റൗണ്ട്സ് പോലും ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ആകെ വരച്ചേക്കുന്ന നെക്കിൻ്റെ ആ ഒരു ബോർഡർ ഭാഗത്തുള്ള വിട്ട് മാത്രമേ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് ഉള്ള ഭാഗത്തൊക്കെ നമ്മുടെ റൗണ്ട് ബീഡില്ലേ, ഞാൻ കാണിച്ചില്ലേ ബീഡ്, അതൊന്ന് ഫിക്സ് ചെയ്തിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റൗണ്ട്സ് ഇങ്ങനെയുള്ള വർക്കിനൊന്നും വരച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബിഗിനേഴ്സിന് കുറച്ച് നല്ല പ്രാക്ടീസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൗണ്ട്സ് കൊടുത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് അങ്ങനെ പറയുന്നത്. റൗണ്ട്സ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ആ ഒരു റൗണ്ട്സിനകത്ത് ഫ്ലവേഴ്സ് നിൽക്കുന്ന വിധത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മളുടെ ഓരോ പെറ്റൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു ഡിസൈൻ്റെ നെക്ക് പോർഷൻ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് റിംഗ് നോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിംഗ് നോട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ബീഡ് സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബീഡിനോട് ചേർന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ പെറ്റൽസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. അപ്പോൾ കണ്ടോ, നമ്മൾ റിംഗ് നോട്ട് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ, മജന്ത ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ്, അങ്ങനെ നമ്മൾ മാറി മാറി ആ ഒരു ത്രെഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 2 റെഡ് കളറിൽ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണത്, അടുത്ത ബീഡ്സിന് ചുറ്റും നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡ് ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഇത്തരം ബ്ലൂ തന്നെ ഈ ഒരു യെല്ലോ കളേഴ്സിന് നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചേരുന്നുണ്ട് ഈ ഒരു കളറ്. ആ ഒരു ബ്ലൂ വന്നപ്പോഴാണ് ഈ ഒരു ഡിസൈനിൻ്റെ തന്നെ ഒരു ലുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും അത്. കാരണം റെഡും ഒക്കെ നമ്മൾ എല്ലാം ഈ യെല്ലോയ്ക്കകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്.
അപ്പോൾ നമ്മളിവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് ചെയ്തു. ഇനി അടുത്തത് മാറി ഇതാ ഇതുപോലെ ഞാൻ ബ്ലൂ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും മജന്ത ഷെയ്ഡും ഒക്കെ മാറി മാറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു ബോർഡർ ലൈനകത്ത് ആ ഒരു ഫിക്സ് ചെയ്ത് ബീഡ്സിന് ചുറ്റിനുമാണ് നമ്മൾ റിംഗ് നോട്ട് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്താ ഇതേപോലെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. ആ ഗ്യാപ്പ് ഉള്ളിടമൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു റൗണ്ട് ബീഡ്, ഒരു കട്ട് ബീഡ്സ്, അങ്ങനെ മാറി മാറി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇടവിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി തോന്നിക്കും നമുക്ക് ഈ ഒരു ഡിസൈനായിട്ട്. കണ്ടോ? ഇതേപോലെ കട്ട് ബീഡ്സും ആ ഒരു റൗണ്ട് ബീഡും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ജസ്റ്റ് 1 ഡേ മതി, അല്ലെങ്കിൽ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ആ ഫ്ലവേഴ്സ് എല്ലാം ചെയ്ത് കൊടുത്തു. ഇനി താഴേക്ക് ഞാൻ ആ പിക്കിനകത്ത് കാണിച്ചല്ലോ, നമ്മളുടെ ആ ഒരു ഫ്ലവേഴ്സ് ആ ഒരു ഭാഗം താഴേക്കാണ്. ആ ഒരു ടോപ്പിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇതേപോലെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത്ര അളവിൽ തന്നെ ബീഡ്സ് വെച്ചാൽ മതി. ഒരുപാട് ഗ്യാപ്പ് പോവരുത്. മുകളിലത്തെ ഭാഗത്ത് താഴേക്ക് വരുന്തോറും ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് നമുക്ക് കൊടുത്താൽ മതി. ഇത്രയും തിക്ക് വേണ്ട, താഴേക്ക് വരുന്തോറും. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ നമുക്ക് ഹൽദി ഫങ്ഷൻസിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ കളേഴ്സൊന്നും അല്ല, നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് മാറ്റിയിട്ട് കൊടുക്കാം. വേറെ കളേഴ്സ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ത്രെഡ്സിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഓരോ ബീഡ്സിൻ്റെയും സെൻറ്ററിലൊക്കെ ആയിട്ട് നമ്മളിതാ ഇതേപോലെ ചെറിയ ചെറിയ കട്ട് ബീഡ്സുകളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഹൽദി ഭാവനയുടെ ഈ ഒരു ഹൽദി ഫംഗ്ഷൻ്റെ ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ താഴേക്ക് വരുന്തോറും ഞാൻ പറഞ്ഞില്ലേ, ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുകൾ ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് തിക്കായിട്ട് ചെയ്യുക. താഴേക്ക് വരുന്തോറും നമ്മുടെ ഒരു ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുള്ളായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്